പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആത്മകഥയായ കുംഭസാരം എന്ന പുസ്തകത്തിലെ 2-ാം ഭാഗത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക. ഈ 2-ാം ഭാഗത്തെക്കുറിച്ച് അഗസ്തീനോസ് എഴുതുന്നതിങ്ങനെയാണ്: എൻ്റെ മണ്ടത്തരങ്ങളെയും ആത്മാവിലുണ്ടായ ജീർണതകളെയും കുറിച്ചെഴുതുവാൻ ഞാൻ നാണിക്കുന്നില്ല. ഇത് ഈ തെറ്റുകൾ നിങ്ങളോട് തുറന്നു പറയുന്നതിൽ, പച്ചയ്ക്ക് പറയുന്നതിൽ അതിനെ എനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ദൈവത്തിനോടുള്ള ഇഷ്ടം അത്ര കൂടുതലായതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയത് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പച്ചയ്ക്ക് പറയുന്നത്. അഗസ്തീനോസ് ഈ 2-ാം പുസ്തകം എൻ്റെ 16-ാമത്തെ വയസ്സിൽ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുക. നമുക്കറിയാം, വടക്കേ ആഫ്രിക്കയിലെ തഗാസ്തൈ എന്ന പട്ടണത്തിലാണ് അഗസ്റ്റിൻ ജനിക്കുന്നത്. മാതാപിതാക്കൾ പെട്രീഷ്യസ്, മോനിക്ക. 2 സഹോദരങ്ങളുണ്ട്, നൊവാജിയസ്, പെർപെത്വ. 3 മക്കളാണ്. ഈ അപ്പൻ 16-ാമത്തെ വയസ്സിൽ ഗ്രാമറും പ്രഭാഷണ കലയും പഠിപ്പിക്കുവാൻ വേണ്ടി തഗാസ്തെ എന്ന ജന്മസ്ഥലത്ത് നിന്നും 20 മൈൽ ദൂരെയുള്ള മഡോറ എന്ന സ്ഥലത്തേക്ക് അയച്ചു. പക്ഷെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. ആ മടങ്ങി വന്നതിന് ശേഷമുള്ള ജീവിതത്തെ അഗസ്റ്റിൻ തൻ്റെ ആത്മകഥയിൽ ഒറ്റ വരിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ തലയ്ക്കു ചുറ്റും ജഡികമായ ആസക്തികൾ ഇങ്ങനെ ചുറ്റിപ്പിണർന്ന കാലമായിരുന്നു. ആ വരി പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത വരികളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് ഇങ്ങനെ കുളിസ്ഥലങ്ങൾ സന്ദർശിക്കുക എൻ്റെ പതിവായിരുന്നു. ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമൻ ബാത്ത്സ് എന്നാണിത് അറിയപ്പെടുക. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കുളിക്കുന്ന അശ്ലീലതയുടെ കേന്ദ്രങ്ങൾ എന്നാണ് ആ കാലഘട്ടത്തിൽ ഈ റോമൻ ബാത്ത്സ് അറിയപ്പെട്ടിരുന്നത്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുക എൻ്റെ പതിവായിരുന്നു എന്ന് ഒരു വിശുദ്ധൻ പച്ചയ്ക്ക് എഴുതിയിരിക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്നെങ്കിലോ എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. ഇടപെടാതിരുന്ന 2 കൂട്ടരെയും ഇടപെട്ട ഒരാളെയുമാണ് പിന്നീട് ഈ 2-ാം പുസ്തകം പറയുക. ഇടപെടാതിരുന്ന 1-ാമത്തെയാൾ അപ്പനായിരുന്ന പെട്രീഷ്യസ്. ഈ മനുഷ്യൻ ഈ മകന് പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പണം, പുസ്തകങ്ങൾ, അതിനുവേണ്ട അനുബന്ധമായ എല്ലാ സഹായങ്ങളും. പക്ഷേ അഗസ്റ്റിൻ എഴുതുന്നത് ഇങ്ങനെയാണ്: എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച എൻ്റെ അപ്പൻ എൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ശരീരത്തിൻ്റെ മമതകളിൽ കുരുങ്ങി ഞാനിങ്ങനെ സഞ്ചരിച്ചിരുന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ ഒരു തവണ പോലും എന്നെ തിരുത്തിയില്ല. മാത്രമല്ല, അതൊരു പൗരുഷത്വത്തിൻ്റെ അടയാളമെന്ന് കരുതി എൻ്റെ മ്ലേച്ഛമായ എല്ലാ പ്രവർത്തികളും കണ്ട് സന്തോഷിച്ച് അമ്മയോട് പറയുക വരെ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഇടപെടാതെ പോയ പെട്രീഷ്യസ് എന്നെൻ്റെ അപ്പൻ. 2, എൻ്റെ കൂടെ നടന്നിരുന്ന അഗസ്റ്റിൻ കൂട്ടുപാപികൾ എന്ന് വിളിക്കുന്ന കൂട്ടുകാർ. ഇവർ ചെയ്ത ഒരു മോഷണത്തെക്കുറിച്ചാണ് 2-ാം പുസ്തകം ഒരുപാട് വർണ്ണിച്ചിരിക്കുക. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് പിയർ വൃക്ഷത്തിൽ പഴങ്ങൾ ഇങ്ങനെ പൂത്തു നിന്നിരുന്നു, കായ്ച്ചു നിന്നിരുന്നു. കൂട്ടുകാരോടൊപ്പം ഒരു രാത്രി ഞാനത് മോഷ്ടിക്കാൻ കയറി.
അതെല്ലാം മോഷ്ടിച്ചു, പറിച്ചെടുത്തു. ഈ പഴങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടേസ്റ്റോ ഭംഗിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പഴങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ആ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് ബോധ്യം എനിക്കുണ്ടായിട്ടും ആ തെറ്റിനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ മോഷണം ഞാൻ നടത്തിയത്. ഈ കൂട്ടുകാർ എൻ്റെ ഒപ്പം നടന്നിരുന്നിട്ടും ഒരാൾ പോലും എന്നെ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നില്ല. എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എൻ്റെ അമ്മയായ മോനിക്ക മാത്രമായിരുന്നു. ഈ മോനിക്കയെക്കുറിച്ച് അഗസ്റ്റിൻ എഴുതുന്ന ആദ്യത്തെ മനോഹരമായ സെൻറ്റൻസ് ഇതാണ്: തൻ്റെ ഹൃദയത്തിൽ ദൈവം സക്രാരി തീർത്ത, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത എൻ്റെ അമ്മ. ഈ അമ്മ ഒരു ദിവസം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്, മറ്റൊരാളുടെ ഭാര്യയെ തൊടുക പോലും ചെയ്യരുത്. ഒരു മകനോട് അമ്മ മുഖത്ത് നോക്കി പറഞ്ഞ വരികളാണിത്. ഇത് കേവലം ഒരു പെണ്ണിൻ്റെ വാക്കുകളായിട്ടേ അന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷേ എൻ്റെ അമ്മയിലൂടെ ദൈവം സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ അമ്മ എൻ്റെ പരിസരത്തോടു കൂടി ഇങ്ങനെ സദാ നടന്നിരുന്നു. ഈ അപ്പൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കാര്യത്തിൽ സദാ ഇടപെട്ടുകൊണ്ട് എനിക്കൊരു മേഘസ്തംഭം പോലെ, അഗ്നിസ്തംഭം പോലെ കൂടെ ഇങ്ങനെ നടന്നിരുന്നു. ഈ ഇടപെടലാണ് ഇന്ന് നമുക്ക് നഷ്ടമാകുന്നത്. മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ, വഴിവിട്ട് പോകുമ്പോൾ തിരുത്താത്ത ചില അപ്പച്ചന്മാരും അമ്മമാരുമുണ്ട്. അതേസമയത്ത് തിരുത്തുന്ന അമ്മമാരും അപ്പച്ചന്മാരുമുണ്ട്. ഈ രണ്ടാം ഭാഗത്തിലൂടെ അഗസ്റ്റീനോസ് ഓർമ്മിപ്പിക്കുന്നത് മക്കളെയെല്ലാം ശിക്ഷണം കൊടുത്ത് കറക്റ്റ് വഴിയിലൂടെ നടത്താൻ പറ്റണമെന്നാണ്. കുഞ്ഞുനാൾ മുതൽ ഒരപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ഒരമ്മ എന്ന വാക്കിൻ്റെ ആഴം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ കുഞ്ഞുനാൾ മുതൽ ശിക്ഷണത്തിൽ കറക്റ്റ് ചെയ്ത്, അത് സ്നേഹത്തിൻ്റെ കുറവിലല്ല, സ്നേഹത്തിൻ്റെ കൂടുതലിൽ ഇങ്ങനെ ശിക്ഷണം കൊടുത്ത് കറക്റ്റ് വഴിയിലൂടെ നയിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അഗസ്റ്റിൻ പോലും അപ്പനെ ഓർമ്മിച്ചത് എന്നെ ശരിയായ വഴിക്ക് നടത്താത്ത അപ്പനെന്നാണ്. നമുക്കതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ ശരിയായ ട്രാക്കിലൂടെ വളർത്താൻ ശ്രമിക്കുക. അതിനുള്ളൊരു കൃപയ്ക്കായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.